ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള വായമ്പിനെ പറ്റിയാണ് കേട്ടോ. വായമ്പിൻ്റെ നടീൽ രീതിയും അതിൻ്റെ പരിചരണമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി കാണുന്ന നമ്മുടെ വെറ്റില ചെടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് നിന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാമെന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവേ. അപ്പോൾ അതേ ഈ ഒരു പോട്ടി കാണുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വയമ്പ്. കാണുമ്പോൾ ഒരു പുൽച്ചെടിയൊക്കെ പോലെ തോന്നുമെങ്കിലും ഇത് വയമ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയുടെയൊക്കെ സ്ട്രക്ചർ കാണുമ്പം നമ്മുടെ നെല്ലിൻ്റെയൊക്കെ ഒരു ചെടിയുടെ ഒരു സ്ട്രക്ചർ പോലെ തോന്നും. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഞെരടിയെടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെഡിസിൻ യൂസസ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഈ കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങെന്ന് പറയുമ്പോൾ ഈ ഒരു തണ്ട് പോലത്തെ ഒരു പോർഷൻ കണ്ടോ ഇതിൻ്റെ സെൻട്രലായിട്ട് കാണുന്നത് ഇതുണ്ടോ, ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. ഇതിപ്പം വിളവെടുക്കാറായതല്ല, ഇത് കുറച്ചുകൂടെ നീളം വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്തിട്ട് പിന്നെ അത് ഉണക്കി സൂക്ഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സംഭവം ഞാനിപ്പോൾ ഇത് ഞെരടിപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. ആദ്യം തന്നെ ഈ വയമ്പ് നമുക്ക് കരയിലും വളർത്താം, അതുപോലെ വെള്ളത്തിലും വളർത്താം കേട്ടോ. കരയിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളീ പണ്ട് തൊട്ട് പറയുന്ന പോലെ തേനും വയമ്പ് എന്നാണല്ലോ പറയുന്നത്. ഈ ചെറിയ കുട്ടികൾക്ക് സ്വരമാധുര്യത്തിനും അവർക്ക് നല്ല ബുദ്ധിശക്തിയൊക്കെ കിട്ടാൻ വേണ്ടി തേനും വയമ്പും അരച്ചു കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ തണ്ട് ഉറുമ്പ് കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ തണ്ടിന് ചെറിയ മധുരരസം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഈ ഒരു ചെടിക്ക് ഒരു 1.5 അടി ഹൈറ്റ് കാണും കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ ഹൈറ്റ് വെക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാ ചെടിയും ഈ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വേറൊരു പ്ലാന്റ് പോയി കണ്ടിട്ട് വരാവേ. അപ്പോൾ ഈ കാണുന്ന വയമ്പിൻ്റെ വേറൊരു ചെടിയാണ് കേട്ടോ. നമ്മൾ കുറേ മാസങ്ങളായി നട്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാവേ, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നേരി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതിനെപ്പറ്റി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അധികം വീഡിയോസൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഒരു 10-20 വീഡിയോസ് മാത്രമേ കാണാൻ സാധിച്ചുള്ളേ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് ഈ സംഭവമൊക്കെ വളർത്താൻ കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ലക്ഷ്യമിടുന്നത് കൂടുതൽ മെഡിസിനൽ പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ വളർത്താനാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂച്ചെടികളും പിന്നെ പച്ചക്കറി ചെടികളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെന്നാണ് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇത് ഒരു വലിയൊരു പാടം പോലെ ഇതൊക്കെ നട്ടുവെച്ചേക്കുന്നത് കണ്ടു. നമ്മൾ ഗപ്പീനെയൊക്കെ ഇട്ടിട്ടുണ്ടേ, കാരണം അതിൻ്റെ അകത്ത് ഈ കൊതുക് വളരാണ്ടിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. പിന്നെ എന്താ ഇതുപോലത്തെ ഡക്ക് വീട് പോലത്തെ ഈ സാധനങ്ങൾ ഇതിനകത്ത് വളർന്നു വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ട് ഇതിൻ്റെ വിത്ത് വീണ് കിടന്നതാണ്. ഇതുപോലത്തെ ഒരു ചെറിയൊരു സംഭവം മതി ഇത് നിറച്ച് സ്പ്രെഡ് ആകാൻ. കുറേ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. ഇത് വളരാൻ അനുവദിച്ചാൽ ഈ വയമ്പിൻ്റെ വളർച്ചേനെ അത് ബാധിക്കും. കാരണം അത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പരന്ന് കിടന്നിട്ടേ ഈ സൺലൈറ്റ് ഒന്നും ഇതിന് കിട്ടുകയല്ലോ. അതുപോലെ ഇതിന് കൊടുക്കുന്ന വളവും ആ സംഭവം വലിച്ചെടുക്കും, ടഗ് വീട് വലിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ വളർച്ചേനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെറിയൊരു വൈമിൻ്റെ തയ്യ് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കിയിട്ട് വരാവേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടി ഈ ഒരു പോട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഹോളൊക്കെ അടച്ചിട്ട് അതിൻ്റെ അകത്ത് ഗപ്പീനെയും ഷ്രിമ്പിനെയൊക്കെ ഇട്ടേക്ക് വരുന്നേ. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് ഡക്ക് വീടും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള മൊത്തം മീനെയും ഷ്രിമ്പിനെയും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കപ്പിലേക്കാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ ഞാൻ ആ പോട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വയമ്പിൻ്റെ നടാൻ പോകുന്ന ചെടിയെ. അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രീതിയിൽ വേരൊക്കെ പിടിച്ചൊരു ചെടിയാണ് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് ഇത് വെള്ളത്തിലിട്ടേക്കുമായിരുന്നു. ഞാൻ ഈ പോട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു ലേയർ ചാണകപ്പൊടി ഇട്ടു കേട്ടോ. അതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് മണ്ണൂടി ഇട്ട് കൊടുത്തു. അത് നമ്മൾ 2 ട്രിപ്പ് ആവർത്തിച്ചു. എന്നിട്ടാണ് നമ്മളതിൻ്റെ സെൻറ്ററിലേക്ക് ചെറിയ കുഴിയെടുത്ത് നടാൻ പോകുന്നത്. നമ്മൾ ഈ തണ്ട പിടിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ചെറിയൊരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടേ. ഒരു സ്പെഷ്യൽ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അടുത്തായിട്ട് എനിക്ക് നട്ടു നോക്കണമെന്നുള്ളത് നമ്മുടെ അയമോദകം എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ആണോ അത് മരമാകുന്നതാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് അതുകൂടെ ഒന്ന് നട്ട് നോക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്നും അതെങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ.
അപ്പോൾ അത് കമൻ്റ് ഇടുന്ന വഴി എനിക്കറിയത്തില്ലാത്തത് നിങ്ങളിവിടെ അറിയാനും സാധിക്കും. അതുപോലെ നമുക്ക് പുതിയ പുതിയ അറിവുകളാണല്ലോ അത്. അപ്പോൾ അത് ചെടി നട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചുവട്ടിലായിട്ട് 2 ഓടും കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണേ. അപ്പോൾ അത് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയൊരു ഓസ് വഴി നമ്മൾ അതിൻ്റെ തൊട്ട് വെള്ളം നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം ഒന്ന് നല്ലോണം തെളിഞ്ഞ് വരണം. വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞ് സെറ്റായിട്ട് നമ്മൾ ആ പിടിച്ച ഗപ്പീനെ തിരിച്ചതിനകത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ടേ. ഇപ്പോൾ ആ കൂടെ 2 ഫീമെയിൽ ഗപ്പീനെ നമ്മൾ ഈ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള മീനെയാണ് പിടിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് ഇതിൻ്റെ നല്ലോണം പെരുകിക്കോളുവേ. നമ്മൾ ഗപ്പീനെ ഇടുന്നത് മെയിനായിട്ട് കൂത്താടി വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതുപോലെ ഗപ്പിയുടെ വേസ്റ്റ് ചെടിക്ക് വളമാകുകയും കൂടി ചെയ്തോളുവേ. അപ്പോൾ ഞാനിതൊരു ഷെയ്ഡിലേക്കാണ് കയറ്റി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റും കൊള്ളും, എന്നാലും ഓവറായിട്ട് സൺലൈറ്റ് അടിക്കത്തുമില്ല. ആ ഒരു രീതിയൊരു സ്ഥലമാണിത്. അതുപോലെ ഞാൻ വയമ്പ് വേറൊരു പാത്രത്തിൽ നട്ട് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് ഹോളൊക്കെ ഉള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലോണം തഴച്ച് വളരുന്നുണ്ട്. നമ്മളതിന് എന്നും 2 നേരം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ടുകളൊക്കെ അറിയിക്കാനും മറക്കല്ലേ. നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ അതൊരിക്കൽ എല്ലാവർക്കും ബൈ.